നമസ്കാരം. സർക്കാർ മാറിയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും അറിഞ്ഞത് ഇന്നാണ്. അതായത് ധവളപത്രം അസംബ്ലിയിൽ അവതരിപ്പിച്ചപ്പോൾ മുൻ സർക്കാർ നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് 6000 കോടി രൂപയുടെ നീക്കിയിരിപ്പ് വെച്ചതിന് ശേഷമാണ് സർക്കാർ പടിയിറങ്ങിയത് എന്നായിരുന്നു. എന്നാൽ ധനകാര്യ വകുപ്പിന്റെ ശരിക്കുമുള്ള അവസ്ഥ എന്താണെന്നാണ് ഈ ധവളപത്രത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, ധവളപത്രം വരിക എന്നൊക്കെ പറയുമ്പോൾ ധനക്കമ്മി, പണലഭ്യത, ട്രഷറിലെ നീക്കിയിരിപ്പ്, കുറവ്, ഇങ്ങനെ കുറെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് അവതരിപ്പിച്ച് സത്യത്തിൽ ജനങ്ങൾക്കൊന്നും മനസ്സിലാവാറില്ല എന്നതാണ് സത്യം. എനിക്കൊന്നും മനസ്സിലാവാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വളരെ സിമ്പിളായി പറഞ്ഞു എന്താണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ധനകാര്യ അവസ്ഥ എന്നത്. 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ ശമ്പളവുമായി വീട്ടിലെത്തി കതകടച്ച് ഭാര്യയോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട്. എന്നാൽ ഇതേ വ്യക്തി പണം കൊടുക്കാനുള്ള പച്ചക്കറിക്കാരനും മീൻകാരനും പലചരക്കുകാരനും എല്ലാം വാതിലിന് പുറത്ത് നിൽക്കുന്നു. പോക്കറ്റിലിരിക്കുന്ന 50,000 രൂപയിൽ കൂടുതൽ കടം ആ വ്യക്തിക്കുണ്ട്. അത് പുറത്ത് കൊടുത്തു തീർക്കാനുള്ളത് പോലും പോക്കറ്റിലുള്ളത് തികയില്ല എന്ന വസ്തുത മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തമാശയായും ട്രോളായുമാണ് ഇന്ന് എല്ലാവരും അതിനെ കണ്ടത്. എന്നാൽ ജനങ്ങൾക്ക് സർക്കാരിന്റെ ഇപ്പോഴത്തെ ധനകാര്യ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു എക്സാമ്പിൾ ഇല്ല എന്ന് തന്നെ പറയാം. 6000 കോടി രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്ന മുൻ സർക്കാർ പറഞ്ഞു വെച്ച 6000 കോടിക്ക് കൊടുക്കാനുള്ള തുകയെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. വളരെ പ്രയോറിറ്റി ലിസ്റ്റിൽ, അതായത് വളരെ ഇമ്മീഡിയറ്റ് ആയി കൊടുക്കേണ്ട തുകകൾ പോലും അതാത് വകുപ്പുകൾക്ക് കൊടുക്കാതെയാണ് മുൻ സർക്കാർ പടിയിറങ്ങിയത്. അത്തരത്തിൽ 6000 കോടി രൂപ കയ്യിലുണ്ടായിരുന്ന മുൻ സർക്കാർ LSDD, പെൻഷൻ, സപ്ലൈകോ, SC/ST ഗ്രാൻഡ് എന്നിവയ്ക്ക് 1 രൂപ പോലും കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. അതായത് 6000 രൂപ കൈവശം വെച്ച് കൊടുത്തു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന വളരെ അർജന്റ് ആയിട്ടുള്ള തുകകൾ പോലും സർക്കാർ റിലീസ് ചെയ്തില്ല. ചുരുക്കത്തിൽ ഈ ധവളപത്രം വന്നതോടുകൂടി കേരള സർക്കാരിന്റെ കടം എത്ര എന്ന് ചോദിച്ചാൽ 5.7 ലക്ഷം കോടി രൂപ എന്ന് വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലായി. പിന്നെ ധവളപത്രം അവതരിപ്പിക്കുന്ന ആദ്യത്തെ സർക്കാരൊന്നുമല്ല ഇത്. 1987 നയനാർ, 2001 AK ആന്റണി, 2011 ഉമ്മൻചാണ്ടി, 2016 പിണറായി വിജയൻ, ഇത്രയും ആൾക്കാർ കേരള സംസ്ഥാനത്ത് ധവളപത്രം ഇതിനു മുമ്പും അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ ധവളപത്രം ഉമ്മാക്കി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അങ്ങ് ഒതുക്കാൻ ശ്രമിച്ചത് അത്ര ശരിയായില്ല.